നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെപ്പോരാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്യെത്തും ഏണിപ്പോ പ്രകാശമാം ദൂതർ വിളിക്കുന്നേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും തലയിണയെ ബധിലാക്കും എൻ തുമ്പത്താ
ചേർന്നിടും. ആകാശമാർഗമാ മഹോന്നതേ പറന്നോ പോകിലും സന്തോഷമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിട
പാർപ്പിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെന്റെ മോദം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. എന്നെ പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങളെ ലോകം വെറുത്താൽ, നിന്ദനം കൊണ്ടേ നിറച്ചാൽ, എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
അഴലേറിയുൾ തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കുതിക്കും ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു താതനെ വിട്ടു ഞാൻ വന്നു ലോകത്തിലേക്കു ഞാൻ വന്നു പോകുന്നു ഞാനിതാ വീണ്ടും താതനിൽ ചെന്നങ്ങു ചേരാൻ ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ
മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ. കരുണയുള്ള കർത്താവേ, ദയയെന്നും നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൻ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവുകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായുസ്സും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
സകലം സ്തുതി ഭാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെ മഹിമാവൊഴുകും മണവറയിൻകൾ ചേർക്കണമീശോ. രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായ വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ യാഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ എന്നെ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭവനത്തോടും ഈ നാടിനോടും നാം ഓരോരുത്തരോടും കുഞ്ഞുമത്തൻ ചേട്ടൻ യാത്ര പറയുകയാണ്. നമുക്കറിയാവുന്ന, നമുക്ക് പരിചിതനായ, നമ്മൾ സ്നേഹിക്കുന്ന കുഞ്ഞുമത്തൻ ചേട്ടന്
താൻ വളർന്ന ഈ ഭവനത്തോട്, താൻ സ്നേഹിച്ച, താൻ ജീവിച്ച ഈ ഭവനത്തോട് യാത്ര പറയുന്ന അവസരത്തിൽ ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ യാത്രയാക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ദേവാലയത്തോടും ഭവനത്തോടും നമുക്ക് കുഞ്ഞുമത്തഞ്ഞേട്ടനെ ഏറെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് യാത്രയാക്കാം. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതത്തിൽ കുറഞ്ഞ തുല്യമാകുന്നു. മറ്റൊരു അർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മറ്റൊരു അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മറ്റൊരു അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആദ്യപിതാവാം ആദത്തെ
പരിതപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗം നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിതരാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, ഈ കുടുംബത്തിന്റെ നാഥനായ മൂത്ത കാർന്നവരായ അത് ഈ കുടുംബത്തിന്റെ മാത്രമല്ല ഈ നാടിന്റെയും മൂത്ത കാർന്നവരായിരുന്നു. നമ്മുടെ മണ്ണൂർ LP സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രായമുള്ള കാർന്നവർ, ഈ നാടിന്റെ ഏറ്റവും മുതിർന്നയാൾ. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഇടവകയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനകളും നമുക്ക് നേരാം. കുഞ്ഞുമത്തഞ്ചേട്ടൻ നമ്മിൽ നിന്ന് വേർപിരിയുകയാണ്. ഏതൊരു വേർപാടും വേദനാജനകമാണ്. ദുഃഖം നമ്മിൽ ഉണ്ടാക്കുന്ന ദുഃഖത്തിന്റെ വികാരങ്ങൾ നമ്മിൽ ഉളവാക്കുന്നതാണ് ഏതൊരു വേർപാടും. കുഞ്ഞുമത്തഞ്ചേട്ടനെ തൻ്റെ ജീവിതത്തിന്റെ 95 വയസ്സ് 95 വർഷത്തോളം ഈ ലോകത്തിൽ ജീവിക്കുകയും അതിൻ്റെ ഏറിയ ഭാഗവും 80-85 വർഷത്തോളം
ചേന്നാമറ്റത്ത് ആ പ്രദേശത്ത് ജീവിക്കുകയും കഴിഞ്ഞ 10-12 വർഷത്തോളമായി ഈ മണ്ണൂർപ്പള്ളി പ്രദേശത്തായിരിക്കുകയും ചെയ്ത കുഞ്ഞമത്തൻ ചേട്ടൻ പല നല്ല മാതൃകകൾ നൽകിയിട്ടാണ് നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. ഉത്തമനായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്തമമായ ഒരു മാതൃക നൽകിയിട്ടാണ് കുഞ്ഞമത്തൻ ചേട്ടൻ നമ്മിൽ നിന്ന് വേർപിരിയുന്നത്. അത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും കുമ്പസാരിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിലൂടെയും താൻ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മരണത്തിനായി വളരെ വ്യക്തമായി ഒരുങ്ങി ക്രൈസ്തവ ജീവിതത്തിന്റെ വ്യക്തമായ മാതൃക നൽകി ഉത്തമനായ ക്രൈസ്തവ വിശ്വാസിയുടെ മാതൃക നൽകിക്കൊണ്ട് ജീവിതം നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആ ക്രൈസ്തവ വിശ്വാസം തന്റെ ഓരോ ജീവിതത്തിലും, ഓരോ ദിവസത്തെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ച ഉത്തമനായ ഒരു മാതൃകാ വ്യക്തിയാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. യൂറിൻ ബാഗുമായി വീട്ടിലെ മുൻപിലെ കസേരയിലിരിക്കുമ്പോഴും ഈ മുറ്റത്തെ കരിയിലകൾ തുറക്കാൻ തനിക്ക് പറ്റുന്ന കാലത്ത് തനിക്ക് ചെയ്യാവുന്ന ഏതൊരു ജോലിയും ചെയ്യാൻ തയ്യാറായി ജോലി ചെയ്ത് മേരി ചേച്ചിയെ സഹായിച്ച് കടന്നുപോയ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് മാതൃകയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ പറമ്പിലുണ്ടായ വിറകുകൾ, അതുപോലെ തനിക്ക് ചെയ്യാവുന്ന ഏതൊരു ജോലിയും താൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന ആ നിമിഷം വരെ തനിക്കാവുന്ന രീതിയിൽ തനിക്ക് ചെയ്യാവുന്ന ജോലികൾ വ്യക്തമായി ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ മാതൃകയാണെന്ന് പറഞ്ഞത്. വീണ്ടും കുഞ്ഞമത്തൻ ചേട്ടൻ ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. ആവശ്യമില്ലാത്ത യാതൊരു വാക്കും അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് വീണിട്ടില്ല. ആരുടെ മുമ്പിലും അദ്ദേഹം ശാന്തനായി മാതൃകയായിട്ടാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്തമമായ മാതൃക നൽകിക്കൊണ്ടാണ് ഈ ദേഹം നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. ആ മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതാണ് ഈ ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കൃതജ്ഞത എന്ന് പറയുന്നത്. വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്റെ മൂത്ത മോൻ ജോണിയേട്ടന്റെ ഭാര്യയായി വന്ന മേരി ചേച്ചിയുമായിട്ടുള്ള ഇവർ തമ്മിലുള്ളൊരു ബന്ധം, അത് ജോണിയേട്ടൻ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ജോണിയേട്ടനെ ശുശ്രൂഷിക്കുന്നതിൽ മേരി ചേച്ചിയെ സഹായിച്ചതിലും മറ്റ് തന്റെ അവസരത്തിൽ ഒരു മരുമോളെ ഇത്രമാത്രം സ്നേഹത്തോടുകൂടി അടുപ്പത്തോടുകൂടി സ്വീകരിച്ച ഒരു പിതാവിനെ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. കഴിഞ്ഞ ദിവസം നിര്യാതനായ കുഞ്ഞമത്തൻ ചേട്ടന്റെ മൃതശരീരം കൊച്ചിക്കുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഇവിടെ കൂടി അമ്മച്ചിമാരിൽ ആരോ പറഞ്ഞു, മേരി ചേച്ചിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളത് നൽകിയിട്ടാണ് കുഞ്ഞമത്തൻ ചേട്ടൻ കടന്നുപോയത്. 2-3 ദിവസം മുമ്പ് മേരി ചേച്ചി ചോദിച്ചു, ചാച്ചൻ മരിച്ചു പോയാൽ എനിക്ക് ആരാണ്? ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ഏറ്റവും വിലപിടിപ്പുള്ളത് നൽകിയിട്ട് പോയി എന്ന് ഈ ചുറ്റുമുള്ള അമ്മച്ചിമാർ പറഞ്ഞത് അത് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ എസ്റ്റേറ്റോ തോട്ടമൊന്നുമല്ല, ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നൽകിയിട്ടാണ് കടന്നുപോയത്. പൂർവ്വപിതാക്കളായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും തന്റെ മരണക്കിടക്കയിൽ വെച്ച് മക്കൾക്ക് നൽകിയ അനുഗ്രഹം അതിനേക്കാൾ വിലപിടിപ്പുള്ള മറ്റെന്താണുള്ളത്? ഇത്രമാത്രം ദൈവാനുഗ്രഹം നൽകി. അതുകൊണ്ടാണ് ഉത്തമനായ ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. തന്റെ വിശ്വാസം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നിട്ട് കടന്നുപോയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്രൈസ്തവ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ഈ മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശാന്തനായി തനിക്ക് ചെയ്യാവുന്ന ജോലികൾ ഏതൊരവസ്ഥയിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ, ആരോടും സൗമ്യമായി പെരുമാറാൻ ഈ മാതൃകകളെ കുഞ്ഞമത്തൻ ചേട്ടൻ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും ഈ വേർപാടിന്റെ അവസരത്തിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുകളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും വ്യക്തമായ ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. എങ്കിലും മാനുഷികമായി ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കുഞ്ഞമത്തൻ ചേട്ടന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അവസരത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഇതൊരവസാനമല്ല, വീണ്ടും ഈ യാത്രയോട് തുടരുകയാണ് കുഞ്ഞമത്തൻ ചേട്ടൻ. ഈ ലോക ജീവിതം അവസാനിക്കുന്നു എന്നേ ഉള്ളൂ. കുഞ്ഞമത്തൻ ചേട്ടന്റെ ആത്മാവിന്റെ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാൻ, കുറവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വിശദീകരിക്കപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈ കുടുംബത്തിന്റെ നാഥന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും അനുശോചനവും പ്രാർത്ഥനയും നേരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
ആത്മാവിന്റെ അപരാധങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താരം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മകത്തിന്റെ പ്രമേയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തെ സ്വയം തീർച്ചയായ മിശിഹായി കഴിയുന്നവരുടെ കണ്ണിനെ തുടയ്ക്കുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ ഓർക്കുന്നവരുമായ മിശിഹായി നിന്റെ ദാസര പാപങ്ങൾ വൃത്തിയാട് ഗുണമാകളെയും ചാർച്ചക്കാരെ ആശ്രയിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായി പ്രത്യർക്ക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ, പോകുന്നു ഞാൻ.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ
വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയാൽ കബറിടമൊളിച്ചിന്നും അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയതൊരഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അയക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മറ്റൊരു നല്ലവർക്ക് സ്വന്തമാക്കി നൽകുകയും ചെയ്യുമ്പോൾ തന്നെ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ പദവി ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും കുർബാനയാൽ എന്റെ ആത്മാവിനെ പഠിപ്പിക്കുകയും മറ്റു കൂതാശകളായ എന്റെ ആത്മാവിൽ പ്രഭാവത്തിനെയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും മാനവപരമായ പുരോഹിതരെ, ദൈവജനങ്ങളെ എന്റെ ആത്മാവിന് കോട്ടം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹബന്ധം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സംസ്കാര ശുശ്രൂഷയുടെ നമ്മുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനോഹരനാക്കുകയും ചെയ്തേ. നിന്റെ വിശുദ്ധന്മാർ ഉത്സവം കൊള്ളുന്ന കപടം എത്ര മനോഹരമാവുന്നു. വിശുദ്ധ മാമോദീസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭീഷ്ടവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ നാമം വരെ വിശ്രമം നൽകേണ്ടി കവരണം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ മണമേനാകും. നിർമ്മത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുമാമേ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന വിധി ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പൊടിയിലേക്ക് മടങ്ങുന്ന ലക്ഷ്യകാലത്തിന് നാഥനാ ദൈവം നിന്റെ വെറുപ്പിന്റെ മഹത്വത്തോടെ സാനവസന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച കുദാശത്തിന് ദൈവത്തിന്റെ ന്യായാസനെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ഓർക്കുക. ഉപചാരം അർപ്പിക്കാനുള്ള അവസരമാണ്. ഓരോ ലൈനിനായി പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് കുന്തിരിക്കപ്പെട്ടവർ പോകേണ്ടതാണ്. പള്ളി ഗ്രൗണ്ടിലെ കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. ഞങ്ങൾ
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനി തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നയിക്കുവാമേ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഏർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയേറ്റവനായി ചില മഹിമാവിൽ മിന്നി വിളങ്ങും മുഖമോട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്ധി ഞാൻ തിന്മകളെ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധിയോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മകനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യത്തേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാവരം നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരണം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ.